ന്യായമായ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കൈയും കാലും തല്ലിയൊടിച്ച് തല അടിച്ചു പൊട്ടിക്കുന്ന ജനാധിപത്യത്തിന്റെ പുതിയ രൂപമാണ് ബിജെപി ഭരണത്തിന് കീഴിൽ രാജ്യതലസ്ഥാനം കണ്ടത്. ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പ്രതിഷേധവും സമരങ്ങളും. സമാധാനപരമായി കഴിഞ്ഞ ഒരു മാസത്തിലധികമായി സമരം ചെയ്ത വിദ്യാർത്ഥികളോട് ഒരു തവണ പോലും ചർച്ച നടത്താൻ കേന്ദ്രം ഭരിക്കുന്ന ബിജെപി തയ്യാറായില്ല. പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ തല്ലി ഭയപ്പെടുത്തി വിടാമെന്ന് കരുതിയ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മുഖത്തേറ്റ അടിയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം കണ്ട പ്രതിഷേധം. ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുകയാണ്. ദില്ലിയിൽ അതിക്രൂരമായ വിദ്യാർത്ഥി വേട്ടയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോലീസ് നടത്തിയത്. ഇന്ന് ലഭിക്കുന്ന വിവരം 20 കമ്പനി അർദ്ധസൈനികരെ ബംഗാളിൽ നിന്ന് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാർലമെന്റിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് തുടരുന്നത്. ഫെമിന ചേരുകയാണ്. ഫെമിന, ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തി ഭയപ്പെടുത്തി ചുരുട്ടിക്കൂട്ടി വിടാം എന്ന് കരുതിയ കേന്ദ്ര സർക്കാരിന് കിട്ടിയ മുഖത്തേറ്റ അടിയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ അരങ്ങേറിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രതിഷേധം. അവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ വലിച്ചിഴച്ച് വണ്ടിയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ എത്ര ക്രൂരമായിട്ടാണ് ഈ വിദ്യാർത്ഥികളെ കേന്ദ്രം ഭരിക്കുന്ന പോലീസ് കൈകാര്യം ചെയ്യുന്നത് നാം കണ്ടു. ഇന്നിപ്പോൾ എങ്ങനെയാണ് സമരം അവിടെ പുരോഗമിക്കുന്നത്? പ്രതിഷേധത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അടിച്ചമർത്തിയതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ CJPയുടെ ഈ പ്രതിഷേധ വേദിയിൽ ഇപ്പോൾ ഗുസ്തി താരം ബജ്രംഗ് പൂനിയ സംസാരിക്കുകയാണ്. നമുക്കറിയാം ഗുസ്തി താരങ്ങൾക്കെതിരായിട്ടുള്ള ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റിന്റെ ലൈംഗിക അതിക്രമത്തിനെതിരെ വലിയ ഒരു പ്രതിഷേധമാണ് ഗുസ്തി താരങ്ങൾ നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യവുമായിട്ട് വൃന്ദ കാരാട്ട്, അതുപോലെ SFI നേതാവായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തുടക്കം മുതലേ മടക്കമുള്ള എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത ദില്ലിയിലെ ജന്തർ മന്ദറിലെ പ്രതിഷേധ വേദിയിലേക്ക് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ വ്യത്യസ്തങ്ങളായ ആൾക്കാർ എത്തുകയാണ്. നമ്മൾക്കറിയാം, ഇന്നലെ നമ്മുടെ നടൻ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ, അതുപോലെ തന്നെ ടൊവിന തോമസ് അടക്കമുള്ള GS പ്രദീപ് അടക്കം സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരാണ് ഈ സമരത്തിന് പിന്തുണയുമായി വന്നത്. അതിൽ തന്നെ വിസ്മയ മോഹൻലാൽ എഴുതിയ വരികൾ അത് ഹൃദയസ്പർശിയായ വരികളാണ്. നിങ്ങൾക്ക് ഈ കുട്ടികളോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അവർ ചെയ്യുന്ന സമരത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, അവരുന്നയിക്കുന്ന ആവശ്യങ്ങളോടും നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം. പക്ഷേ അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല എന്നായിരുന്നു വിസ്മയ മോഹൻലാൽ പറഞ്ഞത്. ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് കൂടി ചേരുന്നു. രഞ്ജിനി, ഇന്നലെ ജന്തർ മന്ദറിലെത്തി ഈ സമരത്തിന് വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. രഞ്ജിനി, അവിടെ എത്താനുണ്ടായ സാഹചര്യം, ദില്ലിയിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെക്കുറിച്ച് കണ്ട കാര്യങ്ങളൊന്ന് വിശദമാക്കുമോ? ഞാൻ ആക്ച്വലി കുറച്ച് നാളായിട്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഓൺലൈൻ. ഞാൻ ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഡക്ടർ ആയിരുന്നു. അപ്പം കുറെ ദിവസം അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പം പതുക്കെ നമ്മളുടെ ഒരു കോറിനെ അത് എഫക്ട് ചെയ്തു തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം മറ്റേ സോനം വാങ്ചുക്ജിയുടെ 20ാമത്തെ ദിവസത്തിന്റെ ഫാസ്റ്റിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയ രീതി എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് അദ്ദേഹം അവിടെ ഹങ്കർ സ്ട്രൈക്കിന് ഇരുന്നത് വളരെ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. നീറ്റ് പേപ്പേഴ്സിന്റെ ലീക്കിനെ ചോദ്യം ചെയ്തും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത 20 കുടുംബങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു എഫേർട്ടായിരുന്നു അത്. അതിനുവേണ്ടി ഈ CJP എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ പേരിൽ കുറെ ആൾക്കാരാണ് ഇതിന്റെ
ഭാഗമായി അവിടെ പ്രൊട്ടസ്റ്റിന് വേണ്ടി എത്തിയത്. കുറച്ച് കുട്ടികൾ അതിനു വേണ്ടി ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കുന്നു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കെ ആ വേദിയിൽ കയറി വന്ന രീതി, മഫ്തിയില് ഓഫീസേഴ്സ് ആണോന്ന് പോലെ നമുക്ക് സംശയം തോന്നും. വെള്ളത്തുണി കേർട്ടനായി പിടിച്ച് അദ്ദേഹത്തെ ഒരു വെള്ളത്തുണിയിൽ കുത്തിത്തിരികെ വളരെ മോശമായിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊരു ജനാധിപത്യമല്ലേ? ആ ജനാധിപത്യത്തിൽ നമുക്ക് സത്യാഗ്രഹം ഇരിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് ഈ നമ്മുടെ ഭാരതത്തില്. അതൊക്കെ ലംഘിച്ച് ധാർഷ്ട്യത്തോടെ അത് ചെയ്തു എന്ന് തോന്നിയപ്പോ പെട്ടെന്ന് ഒരു ഇന്ത്യൻ പൗര എന്ന രീതിയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ അങ്ങ് പോകാൻ തീരുമാനിച്ചു. ആ മറ്റേ സൺസെറ്റ് ചലോ മാർച്ച്, അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത്. തീർച്ചയായും നമുക്കറിയാം, ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് പറയാൻ കഴിയുന്നത് ഈ പ്രതിഷേധങ്ങൾ തന്നെയാണ്. ഈ പ്രതിഷേധങ്ങളും ഈ പറയുന്ന പോലെ ധർണയും സമാധാനപരമായി അവർ ഏതാണ്ട് ഒരു മാസത്തിലധികമായി അവിടെ സമരം നടത്തുന്നു. സോനം വാങ്ചുക്ക് സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 20 or 21 ദിവസമാകുമ്പോഴാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. അതിനു മുമ്പേ ഈ വിദ്യാർത്ഥികളുടെ സമരം തുടങ്ങിയാണ്. നമ്മൾ കാണേണ്ടത്, ഒരു ചർച്ചയ്ക്ക് പോലും നാളിതുവരെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ ചെയ്യാം. പക്ഷേ ജനാധിപത്യപരമായി സമാധാനപരമായി സമരം നടത്തുന്ന ഒരു വിഭാഗത്തോട് ഇത്രയും നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ രഞ്ജിനി? അത് ജനാധിപത്യം എന്ന് പറയുന്നത് അതല്ലല്ലോ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട് ചെയ്ത ആൾക്കാരാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. ഇറ്റ്സ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. അപ്പൊ നമ്മൾക്ക് ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും അല്ലായിരുന്നല്ലോ. നിരവധി പാർട്ടികൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും മനുഷ്യർ ചൂസ് ചെയ്ത് വോട്ട് ചെയ്ത് എത്തിച്ച ആൾക്കാരാണ്. അപ്പൊ അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ പ്രതിനിധീകരിക്കുക എന്നതാണ്. അതാണ് അവരുടെ ജോലി, അതാണ് അവരുടെ ഉത്തരവാദിത്തം. ആ ഒരു കാര്യം അവർ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉത്തരം പറയുക എന്നത് അവരുടെ ജോലിയാണ്. ആ ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ആൻഡ് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, അവരെടുത്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിലപാട് വളരെ മോശമാണ്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്, ഒരു കാര്യം തെറ്റായി നടക്കുകയാണെങ്കിൽ രാജ്യത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമ്മളുടെ കൂടെ അക്കൗണ്ടബിൾ ആയിരിക്കണം. ദേ ആർ ആൻസറബിൾ. ഇവിടെ വളരെയധികം ആരഗൻസും ഈഗോയുടെയും കൂടെയാണ് അവർ പെരുമാറുന്നത് എന്ന രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ എത്തി ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരാളാണ്. അവിടെ ഈ കുട്ടികൾ വളരെ പീസ്ഫുള്ളി ആണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഒരു വയലൻസോ അഗ്രഷനോ ഒന്നുമില്ല. പക്ഷെ ഈ ഒരു സ്ഥലത്ത് അഗ്രഷനും വയലൻസും കൊണ്ടുവരുന്നത് ഈ പോലീസ് ഓഫീസേഴ്സും ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സസും യൂണിഫോം പോലും ഇടാത്ത ആൾക്കാരാണ് ഈ കുട്ടികളെ അടിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മൾ സത്യം പറയട്ടെ, നമ്മൾ ഇരിക്കുന്നുണ്ട് നമ്മളിത് ജനാധിപത്യം തന്നെ ആണോന്ന്. ഇറ്റ് ഇസ് ടൈം വി തിങ്ക്. ഐ ഡോണ്ട് നോ വെദർ വി ആർ എ ഡെമോക്രസി എനിമോർ. യു നോ, ഐ എം സ്കെയർഡ് എ ലിറ്റിൽ ബിറ്റ്. ഈ ദൃശ്യങ്ങൾ ഞാൻ 2 ദിവസമായി കാണുകയായിരുന്നു രഞ്ജിനി. അതായത് പെൺകുട്ടികളെ എത്ര ക്രൂരമായിട്ടാണ് ഈ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ കണ്ട ഒരു ദൃശ്യം, ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരു ഓഫീസർ ലാത്തി കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ പിറഭാഗത്ത് അതിശക്തമായി ഇടിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം ഞാൻ കാണുകയായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികൾ കിടക്കുമ്പോൾ അവരുടെ ഉടുപ്പ് വലിച്ചു കീറുകയാണ്. അതുപോലെ ലാത്തിയിൽ ആണിയടിച്ച് അത് വെച്ചിട്ടാണ് പല പോലീസുകാരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, പലർക്കും ഈ പോലീസിൻ്റെ വേഷത്തിലുള്ള പലർക്കും നെയിം പ്ലേറ്റ് ഇല്ല, പലർക്കും യൂണിഫോം ഇല്ല, പലർക്കും മുഖം കർച്ചീഫ് കൊണ്ട് മറച്ചിരിക്കുന്നു. ചിലർ ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് ഈ കുട്ടികളെ തല്ലുന്നത്. അതും 16, 18, 20 വയസ്സ് പ്രായം മാത്രമുള്ള വിദ്യാർത്ഥികളെയാണ് ഇത്ര ഭീകരന്മാരെ പോലെ ഇവർ കൈകാര്യം ചെയ്യുന്നത് രഞ്ജിനി. അതെ, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പോലീസുകാരും ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സസും അവിടെ ആൾക്കാരൊക്കെ എത്തി ഇങ്ങനെ പെരുമാറാൻ കാരണം മുകളിൽ ഇവർക്ക് ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുത്ത നമ്മുടെ രാജ്യം ഭരിക്കുന്ന, നമ്മൾ വോട്ട് ചെയ്ത് എത്തിച്ച ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അത് അവർക്ക് ഓഫീസിലിരുന്ന് ഇത് കൊടുത്താൽ മതി. പക്ഷെ ഈ പെങ്കൊച്ചുങ്ങളെ അടിക്കുന്നതും ഇടിക്കുന്നതും ഒക്കെ നമ്മളുടെ ചുറ്റും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ ഒരു കൊച്ചു വെന്റിലേറ്ററിലല്ല, വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തോരം കുട്ടികളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതെന്ന് അറിയാം. അത് മാത്രമല്ല, ഭയങ്കര ഗുണ്ടായിസം പോലെയാണ് ഈ ഡൽഹി പോലീസ് അവളെ ബിഹേവ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് ശക്തി വേണം. പക്ഷെ ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഈ ചെറിയ പ്രായമുള്ള കുട്ടികളാണ്, 14 വയസ്സ് 15 വയസ്സ് തൊട്ട് ഒരു 30 വയസ്സ്, പിന്നെ അതിന്റെ കൂടെ ബാക്കിയുള്ള നമ്മളെപ്പോലുള്ള കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് രാജ്യത്ത് നിന്നും. പക്ഷെ അവരുടെ ഒരു എനർജി, അവരുടെ ഒരു സ്പിരിറ്റ്, അവരുടെ ഒരു ധൈര്യം എന്റെ പൊന്ന് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ബിക്കോസ് ഈ ഒരു ജനറേഷൻ ജെൻസി എന്ന് പറഞ്ഞ കുട്ടികൾ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് എനിക്കൊരു ഹോപ്പ് തന്നു. ബിക്കോസ് അവര് ഇതിനു വേണ്ടി പോരാടുന്നത് രണ്ടും കൽപ്പിച്ചാണ്. അവരെ വേണേ അടിച്ചോ, ഞങ്ങൾ തിരിച്ചടിക്കില്ല, തല്ലിക്കോ, എത്ര വേണം തല്ലിക്കോ, അങ്ങനെ
ചത്തച്ചരച്ചിട്ടുണ്ട് ആക്ച്വലി. ശരിക്കും ഭയങ്കര സങ്കടം തോന്നും. വീണ്ടും പക്ഷെ ആദ്യത്തെ മാർച്ചിന്റെ ദിവസം എല്ലാം കൊളവായ ശേഷം അവർ വീണ്ടും തിരിച്ച് അന്ന് രാത്രി വന്നു. ആ കൂട്ടായ്മയുടെ ശക്തിയും വലുതായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയണ്ട ഷമി, ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് തോന്നിയത് വളരെയധികം സ്ട്രാറ്റജിയോട് കൂടിയാണ് നമ്മുടെ ഈ ഗവൺമെന്റ് ഇത്തവണ പെരുമാറിയത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് ഡിവൈഡ് ആൻഡ് റൂൾ. ഇത് ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് ഡിസ്റപ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചു. നമ്മൾ ഓരോരുത്തരെയും ഓരോ ഏരിയയിലാക്കി അവർ ബ്ലോക്ക് ആക്കി കളഞ്ഞു. അപ്പൊ വലിയ കൂട്ടായ്മ ഒറ്റയ്ക്ക് വന്നപ്പം ഈ 3 ബാരിക്കേഡ് ഇട്ടിട്ട് പുറകിൽ നിന്ന് ആദ്യം ഓപ്പൺ ചെയ്ത് കളഞ്ഞു, പിന്നെ പെട്ടെന്ന് അടച്ചു കളഞ്ഞു. അപ്പം അകത്തുള്ള കുറെ പേര് സ്റ്റക്കായി. അതിനിടയിൽ ബാക്കിലുള്ള ആൾക്കാരെ ടിയർ ഗ്യാസ് ഇട്ട് ലാത്തി ചാർജ് ചെയ്ത് പേടിപ്പിച്ചു. ഫ്രണ്ടിലുള്ള ആൾക്കാരെയും ലാത്തി ഗ്യാസ് ഇട്ട് ടിയർ ഗ്യാസ് ഇട്ട് മുമ്പിലോട്ട് അയച്ചു. ഈ നടുക്കപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അവിടെയുള്ള രാവിലെ ആ ഏരിയയിലാണ് ലാത്തിചാർജൊക്കെ നടത്തി ഗീതാഞ്ജലി വാങ്ചുക്കിനെയൊക്കെ എടുത്തുകൊണ്ട് പോയത്, അഭിജിത്തിനെ എടുത്തുകൊണ്ട് പോയത്. അതേസമയം സംസാരിക്കാം എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് JP നദ്ദ ആശുതോഷിനെയും സൗരവിനെയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവരുടെ ഫോൺ മാറ്റിവെച്ച് അവരെ അവിടെ പറയാതെ ഡീറ്റെയിൻ ചെയ്തു, കള്ളത്തരം പറഞ്ഞിട്ട്. അപ്പൊ എന്ത് പറ്റി? ലീഡർഷിപ്പ്, ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മാറി മാറി വേറെ വേറെ സ്ഥലങ്ങളിലായി പോയി. അപ്പൊ മനഃപൂർവ്വം അവർ ഇവരെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി കുറെ അവിടെ കിടന്ന് പാടുവിട്ടിട്ടുണ്ട്. പക്ഷെ ഈ കൊച്ചുങ്ങൾ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന സ്ഥലത്ത് അവർ മാക്സിമം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എന്താ പറയാ, ഇതിനിടയിലേക്ക് അവർ കുറെ ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ അവർ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. ബിക്കോസ് ചില ആൾക്കാർ പെട്ടെന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ ചുറ്റുമുള്ള ആൾക്കാരാണ് അത് റെക്കോർഡ് ചെയ്ത് എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് അയാളെ പിടിച്ച് വോളണ്ടിയേഴ്സിന് കൊടുക്കുന്നത്, പിന്നെ പുറത്താക്കുന്നത്. സോ ഇങ്ങനെയും കുറെ സംഭവങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പരിതാപകരം എന്ന് പറയുന്നത് നാഷണൽ മീഡിയ ഒരൊറ്റ ചാനൽ ഇത് മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ്. അത് പറഞ്ഞേ പറ്റൂ. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊരു നാഷണൽ ന്യൂസ് ആവുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്, സോഷ്യൽ മീഡിയ വഴിയാണ്. ശരിക്കും നിങ്ങൾ കാണുന്നത് ആ മെയിൻ മീഡിയയിൽ നിങ്ങളെ ഇപ്പൊ കാണിക്കുന്നതും അവിടെ നടക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. തീർച്ചയായും ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണാത്ത അറിയാത്ത കുറേ മനുഷ്യർ ഭക്ഷണവുമായി ആ സമരപന്തലിലേക്ക് വരുന്നു, വെള്ളവുമായി അവിടേക്ക് വരുന്നു. രാവിലെ അവർ തന്നെ വന്ന് ഈ പരിസരം മുഴുവൻ വൃത്തിയാക്കി നല്ല വെടുപ്പാക്കി ഇടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്ന സമരത്തോട് ഈ സമൂഹം എത്രമാത്രം അനുഭാവപൂർണ്ണമായിട്ടാണ് പെരുമാറുന്നത്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ്. അവിടെ എത്തുന്ന എല്ലാ മനുഷ്യർക്കും ഭക്ഷണം, ഒരാൾ പോലും അവിടെ പട്ടിണി ഇരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അത് മാത്രമല്ല രഞ്ജിനി, ഇന്നലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ 140 കോടി ജനതയുടെ, അതായത് പ്രധാനമന്ത്രിയാണെങ്കിൽ ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവാണ്, അത് അദ്ദേഹത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം നമ്മൾ ഇതുവരെയും നമ്മളുടെ ആരുടെയും ഈ ജീവിതകാലത്തിൽ അത്തരമൊരു ദൃശ്യം കണ്ടിട്ടില്ല. പക്ഷേ BJP ഭരണത്തിൽ അതും സംഭവിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതെ, അപ്പൊ ആ ഒരു സമയത്ത് താങ്കൾ ഓപ്പോസിഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, വളരെ ലേറ്റ് ആയിട്ടാണ് ഓപ്പോസിഷൻ പ്രതികരിച്ചത് എന്നാണ് എന്റെ അഭിപ്രായം. ഇത് കുറച്ച് നേരത്തെ ഓപ്പോസിഷനുള്ള എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ കൊച്ചുങ്ങളുടെ കൂടെ കൈപിടിച്ച് നെഞ്ചു മിരിച്ച് അവരെ നിൽക്കാൻ അവർക്കൊരു താങ്ങായിരുന്നെങ്കിൽ ഈ ലാത്തി. പക്ഷേ അതിലൊരു ചെറിയ തിരുത്തുണ്ട്. ഏറ്റവും ഇന്നലെ അവസാനം എത്തിയത് കോൺഗ്രസ് ആണ്. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾ ആദ്യഘട്ടം മുതൽ തന്നെ അതിന് സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. അതല്ല ഞാൻ പറയുന്നത് എല്ലാവരും ഒരുമിച്ച്, ഇടതുപക്ഷം വലതുപക്ഷം മുകളിൽ താഴെ റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ്, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്ക് ആണല്ലോ. അതെ, അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവർക്ക് ഒരു ഒരു ഫൗണ്ടേഷനായി ആദ്യം തൊട്ട് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നടക്കായിരുന്നു. ഒരു സംവാദം ചിലപ്പോൾ വന്നേനെ. ഇതിപ്പോ എന്താ, എനിക്കറിയാം ഇതിൽ വളരെ പൊളിറ്റിക്കലായി കുറെ കാര്യങ്ങളുണ്ടെന്ന്. നമുക്ക് ഹിസ്റ്ററി അറിയാലോ. നമുക്ക് അന്ന ഹസാരയുടെ പ്രൊട്ടസ്റ്റും ഒക്കെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് നടന്നത് നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പോയാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർ ഒരു പക്ഷേ ആ സമയത്ത് വരാതെ. ഫർഗെറ്റ് ഇറ്റ്, അതൊക്കെ പൊളിറ്റിക്സ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് അവർ വന്നിരുന്നെങ്കിൽ ഈ ഇത്രയും കൊച്ചുങ്ങൾ അടികൊണ്ട് തലപൊട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായില്ലേ? കൊച്ചുങ്ങളുടെ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഇത്രയും കുട്ടികളുടെ ഹെൽത്ത് ഒന്നും അല്ല അപ്പൊ അവർക്ക് കൺസേൺ. അപ്പോഴും പൊളിറ്റിക്സ് ആണ് മുമ്പിൽ. മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം വിത്ത് ദാറ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. തീർച്ചയായും ഇവരുടെയൊക്കെ ഈ 12 വർഷം BJP ഭരിക്കുന്ന സമയത്ത് ഉയർന്നു വരാത്ത ഒരു പ്രക്ഷോഭം, ആ ഒരു പ്രക്ഷോഭം നമ്മൾക്ക് നൽകാൻ ഈ പറഞ്ഞ CJP എന്ന് പറയുന്ന ഒരു പുതിയ കുട്ടികളുടെ ഒരു കൂട്ടായ്മ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് കാണേണ്ടത്. അവിടെ താങ്കൾ പറഞ്ഞൊരു പോയിന്റ് ശരിയാണ്. ഈ കാലഘട്ടം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ രഞ്ജിനി നമ്മളോട് ചൂണ്ടിക്കാട്ടിയത്. അത് മാത്രവുമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ഈ കുട്ടികൾ 22 പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്
വരുന്നത് ഈ നീറ്റുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ കാരണം. അതിലുമൊക്കെ എത്രയോ പേർ മെൻ്റലി ഭയങ്കരമായി ഡിപ്രസ്സായി വീടുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളത്. ഇനി ഒരിക്കൽ കൂടി ആ നീറ്റ് പരീക്ഷ എഴുതില്ല എന്ന് പറയുന്ന എത്രയോ വിദ്യാർത്ഥികളുടെ പോസ്റ്റുകൾ കാണാൻ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ മുതൽ ഇവർ ഇതിനു വേണ്ടി, ഞാൻ നീറ്റിനെ എടുത്ത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അതിനുവേണ്ടി പ്രയത്നിച്ച് വരുന്ന പരീക്ഷ എഴുതി കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ ചോദ്യപേപ്പർ കരിഞ്ചന്തയിൽ കിട്ടുകയാണ്. ഒരു ചോദ്യപേപ്പറിന് 30 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ കൊടുത്ത ആൾക്കാർ വാങ്ങി അതിൻ്റെ ആൻസർ എഴുതി കൊണ്ടുപോയി അവർ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അവർ ഈ പരീക്ഷ കടന്നുകൂടുന്നു. ഈ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾ അവർ ഔട്ടാവുന്ന ഒരു സാഹചര്യം. അതിന് ഇന്നലെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ BJPയുമായി ബന്ധപ്പെട്ട നേതാക്കൾ പറഞ്ഞത് നീറ്റിന്റെ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നെങ്കിൽ എന്താ, ഞങ്ങൾ അടുത്ത പരീക്ഷ നടത്തിയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ അതിനെ അത്രേ കാണുന്നുള്ളൂ. രഞ്ജിനി, അതെ, തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഈ സെറ്റയറിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയുടെ കാരണക്കാരൻ, ഇതിന്റെ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്നത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ്. അദ്ദേഹം ഇവരെ കോക്രോച്ച് എന്ന് വിളിച്ചു. ഇങ്ങനെ ഇന്ത്യ മൊത്തം ഒരു കൂട്ടായ്മ വന്നു ചേർന്നു. അത് വളരെ ആക്സിഡന്റലി വന്ന് തുടങ്ങിയ ഒരു സാധനമാണ്. ഒന്ന് ആലോചിക്കൂ, ഇന്ത്യയെ ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്തി ഇതിന് കുലുക്കാൻ അവർക്ക് സാധിച്ചു. അപ്പൊ മനസ്സിലാക്കണം, ഈ യുവതലമുറയുടെ ഫ്രസ്ട്രേഷൻ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തോരം ഉണ്ടാവുമെന്ന്. അത് നമ്മൾ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അത് എഡ്യൂക്കേഷൻ എന്ന ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഒരു നല്ല ഒരു ജീവിതം, ഫ്യൂച്ചർ സ്വപ്നം കാണുന്ന ഒരു തലമുറയാണ് നമ്മൾ എല്ലാവരുടെയും, അല്ലെ? നല്ലൊരു ജോലി, അതിൽ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അവരുടെ മക്കളെ വളർത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് ഭാഗത്തെ ആൾക്കാർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരായാലും, ഒരു ഫാർമർ ആയാലും, വീട്ടുജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണെങ്കിലും, ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരായാലും, അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും അവർ മാറ്റിവെച്ച് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ പൈസയും അക്യൂമുലേറ്റ് ചെയ്താണ് അവരിത് ചെയ്യുന്നത്. ലോൺ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം തന്നെ എഴുതാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം അവരുടെ ജീവിതം തന്നെ അവിടെ ഇല്ലാതാവുകയാണ്. എന്തോരം സ്വപ്നങ്ങളാണ് തകർന്നു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വലിയ വലിയ ചോദ്യങ്ങളാണ്. ഈ ഒരു പേപ്പർ ലീക്ക് മാത്രമല്ലല്ലോ ഇതിന് നമുക്ക് കാണുന്നത്. ഇതിന് മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, എത്ര തവണ ലീക്കായി, എന്തൊക്കെ പ്രശ്നം നടന്നു, എന്തോരം സ്ഥാപനങ്ങൾ അടയുന്നു. അപ്പൊ എഡ്യൂക്കേഷൻ ഒരു കംപ്ലീറ്റ് ഓവർഹോൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഇതിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ആരാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്, ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ചുമ്മാ സൈഡിൽ കൂടെ പോകുന്ന മിനിസ്റ്റർ റിസൈൻ ചെയ്യണമെന്നല്ലോ പറയുന്നത്. ഇതിന് ഉത്തരവാദിത്തമുള്ള, ഇത് നടത്തി നോക്കുന്ന ആളെ റെസിഗ്നേഷൻ വേണം എന്ന് ചോദിക്കുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയ ഒരു ആസ്ക് ആണോ? എസ്പെഷ്യലി വെൻ 22 kids have killed themselves because of paper leaks. രാജ്യത്തെ ജനാധിപത്യ സമരങ്ങളെ മുഴുവൻ അടിച്ചമർത്തുകയും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള BJP കേന്ദ്ര സർക്കാരിൻ്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ വലിയ കൂട്ടായ്മ ദില്ലിയിൽ രൂപപ്പെട്ടത്. കഴിഞ്ഞ 30 ദിവസത്തിലധികമായി അവർ സമരം നടത്തുന്നു. സോനം വാങ്ചുക്ക് നിരാഹാരം പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് 22 ദിവസമാകുമ്പോഴാണ് ദില്ലി പോലീസ് ഒളിച്ചു വന്ന് ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നത്. തുടർന്നും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. അതിശക്തമായി തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചു. അവിടെയാണ് പോലീസിന്റെ കാടത്വം എന്ന് പറയേണ്ടുന്ന അതിക്രൂരമായ വേട്ടയാടൽ ഉണ്ടായത്. ജോർജ് കള്ളിവയൽ ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. ജോർജ് കള്ളിവയൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ പോലീസ് നരനായാട്ട് നേരിട്ട് കണ്ട വ്യക്തിയാണ് താങ്കൾ. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? തിങ്കളാഴ്ച നടന്നത് വിദ്യാർത്ഥികൾക്ക് നേരെ നിരപരാധികളായ പെൺകുട്ടികൾ അടക്കമുള്ള ബന്ധുക്കളുടെ ക്രൂരമായ നരനായാട്ട് തന്നെയാണ് നടന്നത്. ഞാൻ നേരിട്ട് കണ്ടിരുന്നു. 2 അടിവിട്ടാതെ പാർലമെന്റിന്റെ മുന്നിൽ വെച്ചും നമ്മുടെ കേരള ഹൗസിനടുത്തുള്ള അശോക റോഡിൽ വെച്ചും ലാത്തിചാർജ് ചെയ്യുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോ അത് നമുക്ക് വളരെ വേദന തോന്നുന്നു. നമുക്കൊക്കെ മക്കളുള്ളത് കൊണ്ട് അവരെ വളരെ നിർദ്ദയമായി മര്യാദയില്ലാതെ നിലത്ത് കുത്തിയിരുന്ന് വെറുതെ സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനമാണ്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ 1 ലക്ഷം ക്യാബിനറ്റ് റാങ്കുള്ള ഒരു ആൾക്കെതിരെയും മുഖ്യമന്ത്രിമാർക്കെതിരെയൊക്കെ നടത്തിയ ക്രൂരമായ ആ വലിച്ചഴക്കലും പരിക്കേൽപ്പിച്ചുകൊണ്ട് വിളിച്ചു കയറ്റുന്നതും ഒക്കെ ഒരു ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സമരത്തെ എങ്ങനെയും മർക്കട മുഷ്ടി കൊണ്ട് അടിച്ചമർത്താമെന്ന അതാണ് പാർലമെന്റിൽ പോലും ഇപ്പോഴും ഒരു സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
ഏതായാലും പ്രശ്നം കൂടുതൽ കത്തുകയാണ്. രാജ്യത്തെ ജനവികാരം വളരെ രൂക്ഷമാണ്. ഞാനിപ്പോൾ ഒരു സമരവേദിയിലുണ്ടായിരുന്നു. നേരിട്ട് കണ്ടത് കൂടുതലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രൊഫഷണലുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് ഡോക്ടർമാര്, വക്കീലന്മാർ, അധ്യാപകരടക്കമുള്ള പ്രൊഫഷണലുകളാണ് ഏറ്റവും അധികം. അത് വലിയ ഒരു ജനവികാരം. കാരണം ഈ ഇത്രയും മർദ്ദങ്ങൾ നടത്തി പരിക്കേറ്റ് നൂറുകണക്കിന് ആളുകളാണ് പരിക്കേറ്റത്. പോലും നൂറുകണക്കിന് ആളുകളാണ് ഈ വേദിയിലേക്ക്, സമരവേദിയിലേക്ക് പങ്കാളികളായിരിക്കുന്നത്. അത് ഇപ്പോ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ KC വേണുഗോപാലും മറ്റൊക്കെ ഇന്നലെ ഇടപെട്ട നേതാക്കളെ സമരവേദിയിൽ ചേർന്ന് അവിടെ അഭിവാദ്യം നടത്തി. രാഷ്ട്രീയ വ്യക്തമില്ലാതെ എല്ലാ പാർട്ടികളും എല്ലാ പൊതുജനങ്ങളും ഇതിനെതിരെ ഈ ദേശാക്രമക്കേടിൽ നിരവധി ആളുകളുടെ നിരപരാധികളെ കൊലപ്പെടുത്ത ആ നടപടിക്കെതിരെ വലിയ തീർച്ചയായും ജോർജ് കള്ളിവയൽ, നമ്മളാരും ഇക്കാലയളവിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനാധിപത്യ ധ്വംസനമാണ് രാജ്യതലസ്ഥാനത്ത് BJP സർക്കാർ നടപ്പിലാക്കിയത്. 15 വയസ്സ് മുതൽ ഏതാണ്ട് 25 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ അതിശക്തമായി കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി രംഗത്ത് വരുമ്പോൾ അവരെ ഭയപ്പെടുത്തി ഓടിക്കാം എന്ന് കരുതിയ അമിത്ഷായുടെ പോലീസിന് തെറ്റിപ്പോയി. വിദ്യാർത്ഥികൾ, കുട്ടികൾ ഉറക്കെ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് സമരഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. അതിക്രൂരമായ മർദ്ദനമേൽക്കുമ്പോഴും അവർ തിരിഞ്ഞോടിയില്ല. ആ മർദ്ദനം അവർ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നു. നമ്മൾ ആലോചിക്കണം, 25 വയസ്സിന് താഴെ പ്രായം മാത്രമുള്ള വിദ്യാർത്ഥികളാണ് ഈ രീതിയിൽ സഹന സമരത്തിലൂടെ ഈ കേന്ദ്ര സർക്കാരിനെ വിറപ്പിക്കുന്നത്. ഇപ്പോൾ GS പ്രദീപ് കൂടി ചേരുകയാണ്. ശ്രീ GS പ്രദീപ്, അങ്ങേക്ക് വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങേക്ക് മാത്രമല്ല, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാവർക്കും ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ ഭീഷണി വരുന്നുണ്ട്. പക്ഷേ ദില്ലിയിൽ അമിത്ഷായുടെ കേന്ദ്ര സേനയും അതുപോലെ തന്നെ ദില്ലി പോലീസും ഒക്കെ അടിച്ചോടിക്കാൻ തുടങ്ങി, കുട്ടികളെ ഭയപ്പെടുത്താൻ നോക്കി. പക്ഷേ ഇരട്ടിയിലധികം വിദ്യാർത്ഥികൾ തിരികെ അതേ സ്ഥാനത്ത് സമരം തുടരുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പ്രദീപ്, ഞാന് ഇന്നലെ ഇട്ടിരുന്ന പോസ്റ്റില് സ്വാതന്ത്ര്യ സമരത്തിന്റെ സൈറനാണ് മുഴങ്ങുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ എന്നാണ് എഴുതിയിരുന്നത്. അതാകും പലരെയും പ്രകോപിപ്പിച്ച പ്രധാന കാര്യം. പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നതിന് പിന്നിലുള്ള കാരണം, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായത് തന്നെ ഉജ്ജ്വലമായ നിരവധി പോരാട്ടങ്ങളുണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ തന്നെയും പഠനശാലകളെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യത്തില് നിരത്തിലിറങ്ങിയ കൗമാരത്തിന്റെ, വിദ്യാർത്ഥികളുടെ ഒക്കെ പോരാട്ടം ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി. ഇന്നിപ്പോ ഡൽഹിയിൽ കാണുന്നതും ഈ പണ്ട് മഹാമഴയ്ക്ക് മുമ്പ് എലികൾ എന്നതുപോലെ പോലീസുകാരുടെ തല്ലുകൊണ്ടുണ്ടായ മുറിവുകൾ പൊത്തിപ്പിടിച്ച് തെരുവോരങ്ങളിൽ പൊരുതുന്ന യുവാക്കളുടെ, കുട്ടികളുടെ ഒരു വലിയ പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. ഈ ദുരധികാരത്തിന്റെ ദുശാസന രൂപങ്ങൾ ഏത് രൂപത്തിൽ നിലകൊണ്ടാലും ഇവരൊക്കെ പറയുന്ന, ഇവരെല്ലാം പ്രഘോഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് സോ കോൾഡ് ഭാരതീയ പാരമ്പര്യമെന്ന് അവർ തന്നെ പറയുന്ന ആ പാരമ്പര്യം ഉണ്ടല്ലോ. ആ പാരമ്പര്യത്തിൽ ഇതിഹാസങ്ങളെ പോലെ പ്രാധാന്യമുള്ള ഒരു കഥയാണ് പഞ്ചതന്ത്രം. വിഷ്ണു ശർമ്മൻ എന്ന ബ്രാഹ്മണനായ ജ്ഞാനി എഴുതിയതാണല്ലോ. അതിലെ ഏറ്റവും മനോഹരമായ ഏടുകളിൽ ഒന്നാണ്, നഗ്നനായി തെരുവിലൂടെ നടന്ന രാജാവിനെ ചൂണ്ടി 4 വയസ്സുള്ള കുട്ടി രാജഭക്തന്മാർ നടുങ്ങുന്ന ശബ്ദത്തിൽ രാജാവ് നഗ്നനാണെന്ന സത്യമുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ശക്തിയുള്ള നാവുകൾ ഇന്ദ്രപ്രസ്ഥത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടി ആകാശത്തിലേക്ക് അവരുടെ മുഷ്ടികൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ മുദ്രാവാക്യങ്ങളിൽ ഈ ദുരധികാരത്തിന്റെ കേന്ദ്രങ്ങളൊക്കെ തകർന്നു വീഴുമെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്കും നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. തീർച്ചയായും ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുതിയ തലമുറ അവരെ നിങ്ങൾ ലാത്തിയും തോക്കും ബയണറ്റും ബുൾഡോസറും കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കിയാൽ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു തലമുറ ഭയപ്പെടുകയില്ല, നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങുകയില്ല എന്നുള്ളതാണ്. കൊച്ചു കുട്ടികൾ
10 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ആ സമരവേദിയിൽ പല പല പോസ്റ്ററുകൾ ശരീരത്ത് പതിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ച കാണുന്നുണ്ട്. ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു ദില്ലി പോലീസ് അതിക്രൂരമായുള്ള മുഖത്ത് ആ കുട്ടിയുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പെൺകുട്ടികളെ ശരീരഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് ക്രൂരമായി ഇടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. തറയിൽ വീണ് കിടക്കുന്ന പെൺകുട്ടികളെ വലിച്ച് ഉയർത്താനെന്ന മട്ടിൽ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഈ BJP സർക്കാർ ജനാധിപത്യ സമൂഹത്തിൽ, സാംസ്കാരികമായ ഒരു സമൂഹത്തിൽ ഇടപെടുന്നത് ശ്രീ GS പ്രദീപ്? അതെന്ന് പറഞ്ഞാല് ഈ നമ്മളിപ്പോ സംസാരിക്കുന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായ കേരളത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏറ്റവും വലിയൊരു നേട്ടമാണത്. ആ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുമ്പോൾ ഈ സമരം നടക്കുന്ന പ്രദേശങ്ങളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പൂർണ്ണമായും ലംഘിക്കുക അല്ലെങ്കിൽ അത് നിരോധിക്കുകയും ചെയ്തുകൊണ്ടാണ് സമരത്തെ നേരിടാൻ ആദ്യം തന്നെ അവർ ശ്രമിച്ചത്. പക്ഷെ അവിടെ അവർ ചിന്തിക്കേണ്ടത് വിജ്ഞാനം, അറിവ്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിന്റെ തപിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ വിരൽത്തുമ്പിലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 10-12 വയസ്സുള്ള കുട്ടിക്കും അവന് ചുറ്റും നടക്കുന്ന അധാർമികമായ കാര്യങ്ങൾ, അവന്റെ ഉള്ളു പൊള്ളിക്കുന്ന വാർത്തകൾ അവന്റെ വിരൽത്തുമ്പ് കൊണ്ട് അവന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലങ്ങളിൽ ഈ അടിച്ചമർത്തലുകൾ പലരും നടത്തിയിട്ടുണ്ടാകാം. അത് ദരിദ്രനാരായണന്മാരായ മനുഷ്യർ ഗ്രാമങ്ങളിലെ കുടിലുകളിൽ വസിക്കുമ്പോൾ ചുറ്റും നടക്കുന്നത് പലതും അവരുടെ അറിവിൽ നിന്ന് തമസ്കരിക്കപ്പെടുത്താൻ ഭരണവർഗത്തിന് കഴിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ലോകത്തിന്റെ ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയുവാനുള്ള വാതിലുകളൊക്കെ മലർക്ക തുറന്നിട്ട് കിടക്കുന്ന, ഗ്രഹണശേഷിയിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജനത ഈ ലോകത്ത് ജീവിക്കുകയാണ്. ഇന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങളിലുള്ള അവരുടെ അമർഷത്തെ, അവരുടെ പ്രതികരണത്തെ, ദുരധികാരത്തിനെതിരെയുള്ള അവരുടെ പ്രതിരോധത്തെ ഒരു തരത്തിലും കൊട്ടിയടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണകൂടം ഇന്ന് ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള മർദ്ദന മാർഗങ്ങളോ വളരെയധികം ക്രൂരമായ കശാപ്പ് സംസ്കാര രീതികളോ ഉപയോഗിച്ചാലും ഈ ഉയർന്നു വരുന്ന ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനെ തടയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം പഴയതിനേക്കാൾ എക്യുപ്ഡ് ആണെന്ന് ഇന്നത്തെ കുട്ടികൾ. ആയുധം കൊണ്ടല്ല, അറിവ് കൊണ്ട് എക്യുപ്ഡ് ആയ ഒരു തലമുറയെ എങ്ങനെയാണ് ദുരധികാരം കൊണ്ട് അവർ കൊട്ടിയടക്കുക? ഏത് ലാത്തിക്കാണ് അവരുടെ തലച്ചോറിന്റെ ഗ്രേ മാറ്ററിൽ പതിഞ്ഞ പ്രതികരണത്തിന്റെ ബോധത്തിനെ ഉടയ്ക്കാൻ കഴിയുക? കഴിയില്ല തന്നെ, അതൊന്നും സംശയമില്ലല്ലോ. ശ്രീ GS പ്രദീപ്, ഇവര് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ കുറച്ച് സംസ്ഥാനങ്ങൾ ഇവർക്ക് അധികാരം കൈവന്നതോടെ ഇവർ സ്വയം മറന്നു. ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം നമ്മൾ കണ്ട ഒരു ദൃശ്യം, ഉത്തർപ്രദേശിൽ നിന്ന് ഏതാണ്ട് 2-3 ഗുഡ്സ് ട്രെയിനുകളിൽ ഈ JCB അത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഇടിച്ച് തകർക്കുക, ഭീഷണിപ്പെടുത്തുക, ആ ഒരു ഭീഷണിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് പകർന്ന് നൽകുക. അത്തരത്തിലാണ് ഇവർ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അതേ സമാനമായ ഒരു രീതി ദില്ലിയിൽ എടുക്കാൻ നോക്കി. ഈ കുട്ടികളല്ലേ, അവരെ അങ്ങനെ പെട്ടെന്ന് 4 അടി കൊടുത്ത് ഓടിച്ച് വിടാം എന്ന് കരുതി. പക്ഷേ അവിടെ അവർക്ക് തെറ്റുപറ്റിപ്പോയി. ശ്രീ പ്രദീപ്, ദില്ലിയിലെ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം കരുത്താർജിക്കുകയാണ്. ഇത്രയും ദിവസമായി ഈ സമരം മുന്നോട്ട് പോകുന്ന വേളയിൽ പോലും ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. നേരത്തെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് 2 പേരെ ചർച്ചയ്ക്കായി വിളിച്ചു, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ 2 നേതാക്കളെ. പക്ഷേ JP നദ്ദയുടെ ഓഫീസിലെത്തിയ അവരെ മണിക്കൂറുകളോളം അവിടെ ഇരുത്തുകയാണ് ഉണ്ടായത്. ഫെമിന ചേരുന്നു. ഫെമിന, ജന്തർ മന്ദറിലേക്ക് സമരത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത്. വിശദാംശങ്ങൾ. ഹലോ ഫെമിന, ജന്തർ മന്ദറിലേക്ക് ഈ സമരത്തിന് പിന്തുണയുമായി ഇപ്പോൾ ആരൊക്കെ എത്തിയിരിക്കുന്നു? വിശദാംശങ്ങൾ. ഇതിലെ ജന്തർ മന്ദർ യുവജന പ്രതിഷേധം കനക്കുകയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായിട്ട് CPIM നേതാവായിട്ടുള്ള വൃന്ദ കാരാട്ട്, അതുപോലെ തന്നെ ഗുസ്തി താരം ബജ്രംഗ് പുനിയ തുടങ്ങിയവരെല്ലാം തീർച്ചയായും ഫെമിനയിലേക്ക് മടങ്ങിയെത്താം. GS പ്രദീപ് തുടരുകയാണ്.
ശ്രീ പ്രദീപ്, നമ്മൾ കാണുന്നത് ഈ കുറച്ച് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവർക്ക് വീണ്ടും ഭരണം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ബംഗാളിൽ അവസാനം അവർക്ക് ഭരണം കിട്ടിയ ഒരു സംസ്ഥാനമാണ്. അവിടെ ഭരണം കിട്ടിയതിന് ശേഷം കണ്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് യു പിയിൽ നിന്ന് കുറച്ച് ഈ JCB പോലത്തെ കുറച്ച് മെഷീനുകൾ, ഏതാണ്ട് 10-500 മെഷീനുകൾ ബംഗാളിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ദൃശ്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണ്. ഇത് കാണുമ്പോഴേക്കും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങൾ ഒക്കെ തന്നെ ഒരു വല്ലാത്ത ഭയം, അങ്കലാപ്പ് അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഭയപ്പെടുത്തി പിന്നെ കീഴ്പ്പെടുത്തുക എന്നൊരു തന്ത്രം സ്വീകരിച്ചവർക്ക് പക്ഷേ ദില്ലിയിൽ ഈ 15-16 വയസ്സുള്ള കുട്ടികളുടെ മുമ്പിൽ പതറിപ്പോയി. ശ്രീ പ്രദീപ്, അതായത് ഈ ഭയം കൊണ്ട് ജയിക്കുക, ഭയപ്പെടുത്തി ജയിക്കുക എന്നുള്ള കാഴ്ചപ്പാട് എല്ലാ കാലത്തും ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ലോകമെമ്പാടും ഉണ്ടായിരുന്നതാണ്. അത് ബെനിറ്റോ മുസോളിനിയുടെ ഭരണകൂടത്തിനായാലും അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഭരണകൂടത്തിനായാലും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ അങ്ങനെ ഭയപ്പെടുത്തിയുള്ള ജയമെല്ലാം വളരെ താൽക്കാലികം മാത്രമാണെന്ന് ചരിത്രം ഇന്നോളമുള്ള ഓരോ ഉദാഹരണങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭയപ്പെടുത്തിയുള്ള ഭരണത്തിന് പ്രസക്തി ഇല്ലെന്നറിയാൻ വേണ്ടി നമ്മൾ അത്ര കാലം പിറകിലേക്കുള്ള ചരിത്രത്തിലേക്ക് പോണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് ഭരണകൂടം മിനിഞ്ഞാന്നത്തെ കാര്യത്തിലോട്ട് പോയാൽ മതിയെന്നേ. മിനിഞ്ഞാന്ന് 3 ദിവസം മുമ്പ് ഉത്തരാഖണ്ഡില് ഇപ്പൊ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവരുടെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്, BJPയുടെ. പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്ന BJPയുടെ ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിക്ക് കുറെ മനുഷ്യര്, സാധാരണക്കാരായ ആയുധധാരികളല്ലാത്ത സ്ത്രീകള്, വൃദ്ധര്, കുട്ടികളൊക്കെ അടങ്ങുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി വിറയ്ക്കേണ്ടി വന്നില്ലേ? 4000-ൽ പരം മരങ്ങൾ ആ ഋഷികേശ് ദേശീയപാതയിൽ നിന്ന് വെട്ടിമുറിക്കാൻ തീരുമാനിച്ചപ്പോ ഈ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ട്രീ സ്ട്രൈക്ക് മരസമരം നടത്തുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു നിന്നപ്പോ കോടതി പോലും പറഞ്ഞു എല്ലാം മാറ്റിവെച്ച് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരത്തിന്റെ ആവശ്യം നിർണ്ണയിക്കാൻ പറഞ്ഞു, മരങ്ങൾ സംരക്ഷിക്കാൻ പറഞ്ഞു, ഇല്ലേ? അതെ. അപ്പോ അതുകൊണ്ട് ഭയം കൊണ്ട് ഭീഷണിപ്പെടുത്താം, ഭയം കൊണ്ട് ജയിക്കാൻ കഴിയില്ല. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും ഭീതി വിടർത്തി ശാശ്വതമായി ജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. പകരം അവര് ഭീതി വിതയ്ക്കുമ്പോ അവര് കൊയ്യാനിരിക്കുന്നത് നിത്യപരാജയത്തിന്റെ കൊടുങ്കാറ്റാണ് എന്ന് അവർ ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. ഒരു ഭാരതീയൻ ആയ ഒരു മനുഷ്യൻ എന്ന നിലയില്, കേരളീയൻ ആയ ഒരു വ്യക്തി എന്നുള്ള നിലയില് ഈ ചുറ്റുമുള്ള മനുഷ്യർക്ക് നീതി ലഭിക്കുമ്പോഴാണ് നമ്മുടെയും ജീവിതം നീതിബദ്ധമാകുന്നത് എന്ന് കരുതുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇങ്ങനെ പകലിലും അന്തിയിലുമില്ലാതെ അടരാടുന്ന ഇന്ത്യയിലെ യുവതയോട് അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും അറിയിക്കുന്നതിനോടൊപ്പം അവരാൽ സൃഷ്ടിക്കപ്പെടാനും പിറക്കാനും പോകുന്നത് ഒരു ദശകത്തിലേറെ കാലമായി അടഞ്ഞുപോയ ഇന്ത്യയുടെ സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ചിന്തയുടെയും പുതിയ വാതിലുകളായിരിക്കും എന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു. നന്ദി ശ്രീ GS പ്രദീപ്, ശക്തമായി തന്നെ പ്രതികരിച്ചതിന്. ഇത്തരത്തിൽ വലിയ പിന്തുണയാണ് ഈ സമരത്തിന് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ പറഞ്ഞ ആ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. ഈ കുട്ടികളുടെ സമരത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകും, അവരുടെ ആവശ്യങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷേ ആ സമരം ചെയ്യുന്ന, സമാധാനപരമായി സമരം ചെയ്യുന്ന ആ വിദ്യാർത്ഥികളെ നേരിടേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല ശ്രീ നരേന്ദ്രമോദി, ശ്രീ അമിത്ഷാ എന്നാണ് വിസ്മയ ഫേസ്ബുക്കിലും എക്സിലുമെല്ലാം കുറിച്ചത്. ടൊവിനയെ പോലെ, പാർവതി തിരുവോരത്തിനെ പോലെ, അങ്ങനെ രഞ്ജിനി ഹരിദാസിനെ പോലെ, GS പ്രദീപിനെ പോലെ ഒരുപാട് മനുഷ്യർ, പ്രകാശ് രാജിനെ പോലെ എത്രയോ മനുഷ്യർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ നാട്ടിലെ ഓരോ മനുഷ്യർക്കും രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫെമിന ചേരുന്നു. ഫെമിന, തുടരാം. അതെ, തീർച്ചയായും വലിയൊരു പിന്തുണ തന്നെയാണ് ഈ പ്രതിഷേധത്തിന് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവും അടക്കമുള്ള നേതാക്കൾ 6 മണിക്കുള്ളിൽ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തും എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു ജനകീയ പിന്തുണ ഈ പ്രതിഷേധത്തിന് ലഭിക്കുകയാണ്. ഇവിടെ ആയിരങ്ങളാണ്, 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ ദില്ലി ജന്തർ മന്ദറിന് താങ്ങാവുന്നതിനേക്കാൾ അധികം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വലിയൊരു നിയന്ത്രണമാണ് ഇപ്പോൾ ഈ ഒരു വേദിയിൽ, പ്രതിഷേധ വേദിയിലുള്ളത്. ഇതിന് ചുറ്റുമുള്ള റോഡുകളെല്ലാം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ആളുകളെ, വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. എങ്കിലും നിരവധി ആളുകളാണ് ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തിക്കുന്നത്.
ഇവർക്കുള്ള ഭക്ഷണ പൊതികളും ഇതുപോലെ ഒരുപാട് ആളുകൾ അയക്കുകയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയിട്ടുള്ള ഡെലിവറി ആപ്പുകളിലൂടെ ഭക്ഷണ പൊതികൾ പേരറിയാത്ത ആളുകൾ ഓർഡർ ചെയ്ത് ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര നയങ്ങൾക്കെതിരെ, തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരാരും വിശന്നിരിക്കരുത് എന്ന ആഗ്രഹമുള്ള മനുഷ്യർ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്ഷണ പൊതികൾ ഈ ഒരു പ്രതിഷേധ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രസംഗിച്ച ഈ CJP വക്താക്കൾ പറഞ്ഞതുപോലെ ഈ പ്രതിഷേധത്തിന് വലിയ ഫണ്ടിംഗ് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഇവിടേക്ക് ഭക്ഷണം എത്തിക്കുന്നത്. മഴ നനയാതിരിക്കാൻ റെയിൻകോട്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ഇതെല്ലാം എത്തിക്കുകയാണ്. അത്തരത്തിൽ വലിയ ഈ പ്രതിഷേധത്തിന് വലിയ തരത്തിലുള്ള ഒരു പിന്തുണയാണ് ലഭിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ ദില്ലി ജന്തർ മന്ദിറിൽ സമീപകാലത്ത് രാജ്യ തലസ്ഥാനം കാണാത്ത വിധത്തിലുള്ള വലിയൊരു പ്രതിഷേധത്തിനാണ് തലസ്ഥാന നഗരി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന്, നോർത്ത് ഈസ്റ്റിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ദില്ലിയിലേക്ക്. കേന്ദ്ര സർക്കാർ അനുനയ നീക്കങ്ങൾക്ക് ശ്രമിച്ചുവെങ്കിലും ജന്തർ മന്ദിറിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് CJP വ്യക്തമാക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നതിൽ കുറഞ്ഞ ഒരു അനുനയ ചർച്ചയ്ക്കും തയ്യാറായില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ജനതയുടെ സാഹോദര്യത്തിന്റെ ഒരു വലിയ കേന്ദ്രമായി ഇപ്പോൾ ജന്തർ മന്ദർ മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ ഫെമിന പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റിൽ നടക്കാമുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് വരുന്നു. ഈ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവുമായി എവിടുന്നൊക്കെയോ ഭക്ഷണവുമായി മനുഷ്യർ അവിടേക്ക് വരുന്നു, വെള്ളവുമായി അവിടേക്ക് വരുന്നു. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ചികിത്സ നൽകാൻ ഡോക്ടർമാർ വിവിധ ആശുപത്രികളിൽ നിന്ന് ലീവ് എടുത്ത് ജന്തർ മന്ദറിലേക്ക് വരുന്നു. നിലത്ത് കിടന്നുറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വീശിക്കൊടുക്കുന്ന മനുഷ്യരെ നമ്മൾ, മുതിർന്ന ആൾക്കാരെ നമ്മൾ കാണുന്നു. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ സാഹോദര്യത്തെ, ഒരുപക്ഷെ ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും ഹിന്ദു എന്നും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കഴിഞ്ഞ 12 വർഷമായി അധികാര കസേരയിൽ കയറിയിരിക്കുന്നവർക്ക് ഒട്ടും ദഹിക്കാത്ത മനുഷ്യ സാഹോദര്യത്തിന്റെ വലിയ ദൃശ്യങ്ങൾ നമ്മൾക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫെമിന, അതെ, തീർച്ചയായും മനുഷ്യ സാഹോദര്യത്തിന്റെ വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഏറ്റവും ജനാധിപത്യമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. നമ്മൾ വിജയിക്കുമെന്ന പാട്ട് പശ്ചാത്തലത്തിൽ മുഴക്കിക്കൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ജാതി മത ഭേദമന്യേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരേ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ വിഷയത്തിൽ രാജിവെക്കുക എന്നൊരാവശ്യം 22 വിദ്യാർത്ഥികളുടെ ആത്മഹത്യക്ക് കാരണക്കാരനായിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതുകൊണ്ടുകൂടിയാണ് 20-ാം തീയതി പാർലമെന്റിലേക്ക് നടന്ന മാർച്ചിൽ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ചത്. ഇപ്പോഴും RLM ഹോസ്പിറ്റലിൽ ഒരു വിദ്യാർത്ഥിനി ജീവിതത്തോട് മല്ലിട്ടുകൊണ്ട് ഗുരുതരമായി ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. വലിയ സമരം, പ്രതിഷേധത്തിന്റെ, ഇന്ത്യൻ യുവതയുടെ പ്രതിഷേധത്തിന്റെ ഇരമ്പുന്ന ശബ്ദമാണ് ജന്തർ മന്ദറിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. മനുഷ്യ സാഹോദര്യത്തിന്റെ ഹൃദയം തുളുമ്പുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് ജന്തർ മന്ദറിൽ കാണാൻ കഴിയുന്നത്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി എത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്കായി നിരവധി ഭക്ഷണ പൊതികളാണ് വേദിയിലേക്ക് എത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന ആരും വിശന്നിരിക്കരുത് എന്ന കരുതലുമായി പേരറിയാത്ത കുറേ മനുഷ്യർ അവിടേക്ക് ഭക്ഷണ പൊതികൾ എത്തിക്കുന്നു. ഫെമിനയുടെ റിപ്പോർട്ട്. ജന്തർ മന്ദിറിലെ ഈ പ്രതിഷേധ വേദിയിലാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാം. മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു മാതൃക ഇവിടെ കാണാം. ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഭക്ഷണ പൊതികൾ എവിടെ നിന്ന് എത്തുന്നത് എന്ന ചോദ്യത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ നിരവധി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പേരറിയാത്ത മനുഷ്യർ സ്വിഗ്ഗിയിലൂടെയും സൊമാറ്റോയിലൂടെയും ഓർഡർ ചെയ്ത ഭക്ഷണമാണ് ഈ പ്രതിഷേധക്കാർക്ക് വിതരണം ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നത്. ഇന്ന്
ഈ CJPയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഭക്ഷണം ഇവിടെ എത്തുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ളതിനേക്കാൾ അധികം ഭക്ഷണം ഇവിടെ എത്തുന്നു. ഇനി ആരും ഓർഡർ ചെയ്യേണ്ട എന്നൊരു അറിയിപ്പ് വരെ വന്നിരുന്നു. നമുക്കിവിടെ കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സ്വിഗ്ഗിയിലൂടെയും അതുപോലെ തന്നെ സൊമാറ്റോയിലൂടെയും ഓർഡർ ചെയ്ത നിരവധി ഭക്ഷണ പൊതികളാണ് ഇവിടെ ഉള്ളത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ വിശന്നിവിടെ ഇരിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ ഭക്ഷണ പൊതികൾ ഇവിടേക്ക് എത്തിക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്താൻ കഴിയാത്തവർ ഭക്ഷണ പൊതികളിലൂടെ സ്നേഹവുമായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജന്തർ മന്ദറിൽ മനുഷ്യ സാഹോദര്യത്തിൻ്റെ വലിയ പ്രതീകങ്ങൾ രൂപപ്പെട്ടു വരികയാണ് എന്നുള്ളതാണ്. മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലിച്ച് അതിൻ്റെ നേട്ടം അനുഭവിക്കുന്നവർക്ക് തീരെ രസിക്കാത്ത ദൃശ്യങ്ങൾ അവിടെയൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഇന്ന് പാർലമെൻറ്റ് പല പ്രാവശ്യം നിർത്തിവെച്ചു. പാർലമെൻറ്റിൽ പ്രതിപക്ഷം അതിശക്തമായി തന്നെ വിദ്യാർത്ഥി സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി. എന്തൊക്കെയാണ് ഇന്ന് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നടന്നത്? വിഷ്ണു. ഷമി, അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് 3 ദിവസമായിട്ട് വർഷകാല സമ്മേളനം ആരംഭിച്ചിട്ട് തുടർച്ചയായിട്ടുള്ള 3 ദിവസവും പാർലമെന്റ് സമരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിഷേധം, വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ദില്ലി പോലീസിന്റെ അതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വലിയ തലത്തിൽ ഒരു പ്രതിഷേധം സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ സഭയിലേക്ക് എത്തിയത് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാർ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിൽ ബലപ്രയോഗം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ആ പോലീസിന്റെ ബലപ്രയോഗത്തിൽ, അതിക്രമത്തിൽ മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സഭയിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകുന്നതോടുകൂടി രാവിലെ 11 മണിക്ക് ചേർന്ന സഭ 12 മണിവരെ നിർത്തിവെക്കുകയും പിന്നീട് 2 മണിവരെ സഭ നിർത്തിവെക്കുന്നു. പിന്നീടാണ് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭ പിന്നെയും 3 മണിവരെ നിർത്തിവെച്ചെങ്കിലും 3 മണിക്കും രാജ്യസഭയിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടത് വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയത് വലിയ അതിക്രൂരമായിട്ടുള്ള നടപടിയാണ്.